വർഷത്തിൽ ഒന്നിലധികം തവണ വേളാങ്കണ്ണി പോകുന്നൊരു ഫാമിലിയാണ് എൻ്റേത്. മിക്കവാറും ഓവർനൈറ്റ് ഡ്രൈവ് ആയിരിക്കും. വെള്ളിയാഴ്ച രാത്രി പോവും, ഞായറാഴ്ച രാത്രി വരും. ഇപ്പോൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ടെമ്പോ ട്രാവലർ എടുക്കും. അപ്പോൾ എൻ്റെ ഒരു ചേട്ടന് ട്രാവൽസ് ഉണ്ട്. അപ്പോൾ ഡ്രൈവർ വിളിക്കില്ല, ചിലപ്പോൾ ചേട്ടൻ തന്നെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്, രാത്രി മുഴുവൻ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എൻ്റെ മമ്മി ചേട്ടനോട് പറയടാ, നീ ഒരു ഡ്രൈവർ വിളിക്കുക, ഞാൻ പൈസ കൊടുത്തേക്കാം, നീ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എൻ്റെ ഉറക്കം പോവും, രാത്രി മുഴുവൻ ഞാൻ ഇന്ന് കൊന്തെത്തിക്കേണ്ടി വരും. ഇത് മമ്മി മകനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്ന കാര്യമാണ്. പക്ഷെ നേരെ തിരിച്ചല്ലേ മമ്മി പറയേണ്ടത്? സ്വന്തം അമ്മയും ഫാമിലിയും യാത്ര ചെയ്യുന്ന വാഹനം എത്ര കരുതലോടെ ആയിരിക്കണം മകൻ ഓടിക്കേണ്ടത്? ഒരു ഡ്രൈവറിനേക്കാളും നല്ല കരുതലോടെ ആ മകൻ ഓടിക്കൂലേ? അപ്പം മമ്മി എന്താണ് എൻ്റെ ചേട്ടനോട് പറയേണ്ടത്? നീയാണ് വണ്ടി ഓടിക്കുന്നത്, എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാല, ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ യു എന്നല്ലേ മമ്മി പറയേണ്ടത്? ഇന്നത്തെ ഗോസ്പലിൽ ഈശോനെ നോക്കിയേ. ഈശോ എത്ര സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത്. അവൻ തലയിണ വെച്ച് കിടന്നുറങ്ങിയെന്ന് പറയാം. അതിനർത്ഥം എന്താ? ഈശോയ്ക്ക് തൻ്റെ ചുറ്റുമുള്ള ശിഷ്യന്മാരിൽ അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ? നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ കംപ്ലൈൻറ്റ് പറയും ഉറക്കം കിട്ടുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? എനിക്ക് ചുറ്റുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരിൽ, അതിനു മുകളിൽ എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ദൈവത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടല്ലേ? ട്രസ്റ്റ് ഗോഡ്, ട്രസ്റ്റ് ദോസ് ഹു ആർ അറൗണ്ട് അസ്. നന്നായി ഉറങ്ങാൻ പറ്റും, നമ്മൾ കൂടുതൽ ഹെൽത്തി ആവും.